ഹലോ ഗൈസ്, വെൽക്കം ടു ഡെയിലി വ്ളോഗ്സ് ആൻഡ് യൂട്യൂബ് ചാനൽ. ഗൈസ്, അപ്പോൾ എല്ലാവരും പറയുന്നൊരു വീഡിയോ ആണ് മൈൻക്രാഫ്റ്റ് കളിക്കല്ലേ, റുബ്ലിക്സ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റുബ്ലിക്സ് ആണ് ഗൈസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പോണത് ജയിൽ ചാടാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ജയിൽ ചാടി നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പോകാം. ആദ്യം ഈ ബെഡിൻ്റെ മുകളിൽ കൂടെ കയറി ഈ കമ്പിമ്മ കൂടെ പോകണം തോന്നുന്നു. ആദ്യത്തെ ഞാൻ അങ്ങനെയൊക്കെയാണ് ചില വീഡിയോസിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കൊന്ന് പരീക്ഷയ്ക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ഇപ്പോൾ എന്താ പറയുക വീഡിയോസ് ഇടാൻ അങ്ങനെ കൂട്ടിയിട്ടിട്ടതാണ് കഴിച്ച്. അപ്പോൾ ആദ്യം ആ കട്ട നമ്മൾ ഇനി ഇത് ചാടി കിടക്കണം കഴിച്ച് നമ്മൾ. ഫസ്റ്റ് തന്നെ പോക്കാം. അപ്പോൾ ഇത് ചാടി അയ്യോ അപ്പോൾ ഇത് ചാടി കടന്ന് നമ്മൾ എന്താ പറയുക ജയിൽ ചാടുന്നതായിരിക്കും. കുറേ മിഷൻസ് ഇതിലുണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ആക്കാണ്ട് ഗൈസ്. അപ്പോൾ ചാടി കടക്കാനാണ് പ്രയാസം. പ്രാന്ത് പിടിക്കും ഗൈസ്. വാ ഇനി സ്പാൻഡർ എടുത്ത് ഇത് പൊട്ടിക്കണം ഗൈസ്. ഇത് മൊബൈൽ വേർഷനാണേ. അതാക്കണ പോലീസ് അവിടെ. നമുക്ക് ആദ്യം ഇവിടെ റീസ്പോൺ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി ആദ്യം തൊട്ടൊക്കെ ആയാലേ പറയാൻ പറ്റില്ല. ഇതിനിപ്പോൾ വെട്ടിച്ച് പോക്കാണ് സംഭവം. ഇത് പറഞ്ഞാൽ ഒരു ചെറിയൊരു കമ്പിമ്മ കൂടെ നമ്മൾ പോകണം. അതിൽ ചാടിയ പെട്ട് ഉണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ പോയി ഔട്ട്. അപ്പോൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക. വേക്കലുണ്ട്. ഇതെന്താ ഗൈസ്, എനിക്ക് കഴിയുന്നില്ല. ഒന്നുകൂടി ഇപ്പോൾ കഴിഞ്ഞു ഗൈസ്. ഈ കമ്പിമ്മ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. എന്താ പറയുക, ബാലൻസ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ആദ്യത്തെ 2-3 വർഷം ഇനി അടുത്തത് ഏതാണ്? ബാത്റൂമിൽ മറ്റേ മനസ്സിലായി. മണ്ണ് മാത്രം ഗൈസ്. വാതിൽ തുറക്കാതെ ഇതാക്കുക. അപ്പോൾ ഗൈസ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഇങ്ങനത്തെ രസകരമായിട്ടുള്ള വീഡിയോസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ വീണ്ടും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം അത് പോയി ചെയ്യുക ഗൈസ്. ഈ പാലാണ് ടഫ്. ഇത് നമുക്കിത് ടഫ് ഒന്നല്ല. എന്ത് ടഫ്, ഈസി പീസി. ഇവിടെ ഇത് പൊളിഞ്ഞാടൂ? ഇല്ല പൊളിഞ്ഞൊന്നും ചാടൂല. കല്ല് വേഗം ഇങ്ങോട്ട് കയറിക്കാം, അല്ലെങ്കിൽ ഇത്രയും വന്നത് വെറുതെ ആവും. കല്ല് ഉരുണ്ട് വരിക കല്ല് ഗൈസ്. അവിടെയാണ് ആ കോണിയുള്ളത് ഗൈസ്. ആ സ്ഥലത്താണ് കോണിയുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകണം. അതാ ഇനി ഇവിടെ ഒരു പോലീസ് ഉണ്ടോന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതാകണം. നമുക്ക് ആദ്യം ഇവിടെ എന്തോ ചെയ്യാണ്ട് ആരോ മാർക്ക് ഞാൻ കണ്ടു. ഇവിടെ കറക്കിയിട്ട് നമുക്കിനി അപ്പുറം നമുക്ക് എന്താ പറയുക സ്റ്റെപ്പ് വഴി കയറണം ഗൈസ്. സ്റ്റെപ്പ് കയറിയിട്ട് ലിഫ്റ്റ് വഴി പോകണം. അപ്പോൾ ആദ്യം ഈ സ്റ്റെപ്പ് കയറുമ്പോൾ വലിയ ഇതൊന്നുമില്ല. നമ്മളിതിലും വലുത് കണ്ട ആൾക്കാരാണ്. ഫസ്റ്റ് നമ്മളിതിൽ ഔട്ടാകാൻ പോകണില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. ഇനി നമുക്ക് പോകാനുള്ളത് പറഞ്ഞാൽ ലിഫ്റ്റ് വഴിയാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആദ്യം ബട്ടൺ ഈ ബട്ടൺ നെക്കിയിട്ട് അവിടുത്തെ ആ റൗണ്ട് തന്നെ. അപ്പം അങ്ങനെ ജയിലിൽ ചാടാല്ല പകുതി നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയൊരു പകുതിയും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞ് നമ്മൾ ജയിലിൽ ചാടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഗൈസ് പരമ ടഫ്. രൊമ്മോ അയ്യോ ഉണ്ടോ, പറഞ്ഞില്ല ഫസ്റ്റ് തന്നെ ഔട്ട്. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുക. Later, 5 minutes later, 1,000 years later. എൻ്റെ അമ്മോ, എത്ര മണിക്കൂറിന് ശേഷം കഴിച്ച് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോക്ക് നടക്കൂല. ഇവിടെ ഇനിയിപ്പോൾ എന്താണ് ചെയ്യാനുള്ളത്? ലാഡർ വെച്ച് മുകളിൽ കൂടെ പോകണം ഗൈസ്. ഇനി ലാഡർ എവിടെയാണാവോ?
ഇവിടെ ഒന്നും സ്ഥലവും കാണുന്നില്ല. ഇവിടെ ഒക്കെ ലോക്കഡാണ് ഗൈസ്. ഓ അവിടെ ഒരു ബട്ടൺ കാണണ്ടല്ലോ. ആ ഓ ലാഡർ അതാക്കണം ഗൈസ്. ട്രെയിൻ പോണിൻ്റെ കാര്യമുണ്ട്. ഇപ്പോൾ ലാഡർ എടുത്ത് നമ്മൾ അവിടെ പോയി അവിടെ ഇനി വെക്കണം. വെച്ചിട്ട് അതിമ്മ കൂടെ കയറിപ്പോണം ഗൈസ്. അതാണ് ടാസ്ക്. ഇവിടെ അല്ല, സെൻട്രലാണ്. ഞാൻ ആ സൈഡൊക്കെയായിട്ട് വെച്ചത്. നോ ഗൈസ്, ഇത് ടഫാണ്. ഇത് വെച്ച ശരിയായിട്ടില്ല തോന്നുന്നു. ഓ നോ, കയറ്. ടഫാണ് ഗൈസ്. ഇതൊന്ന് മാറ്റി വെച്ച് നോക്കുക. മാറ്റി വെച്ചിട്ട് എങ്ങനെയാണ് നോക്കുക. എങ്ങനെ വെച്ചിട്ടും കയറാൻ പറ്റുന്നില്ല ഗൈസ്. എന്തൊരു തേങ്ങയാണിത്. ഓ അങ്ങനെ അതും ഒരു 5 മിനിറ്റിൻ്റെ ശേഷം കയറി. സമയം ഇതിൽ കൂടുതലും ഇതാണ്, വേസ്റ്റാണ്. ഓ ഫാന് നമ്മളെ കാറ്റുകൊണ്ട് നമ്മളെ ഈ ഇരുമ്പിൻ്റെ സംഭവത്തിൽ താത്തും നമ്മളെ. അയ്യോ കണ്ടോ പറഞ്ഞില്ലേ. ഈ ഭാഗമൊന്നും അത്ര വലിയ പ്രശ്നമല്ല. ആ സെൻറ്ററൊക്കെ എത്തുമ്പോഴാണ് പ്രശ്നം. ഓ വെല്ലെ വന്ന് ഓ ഇത് നമ്മൾ ആദ്യമൊക്കെ പൊട്ടിയെന്നല്ലാതെ പിന്നെ പൊട്ടിയിട്ടൊന്നുമില്ല. ആദ്യം ഒരട്ടം പൊട്ടിയിട്ടുള്ളൂ. ഇനി സ്റ്റെപ്പ് കയറുക. ആരോ മാർക്ക് കണ്ടു. ഓ ഇരുമ്പ് കയറണം ഗൈസ്. ഫസ്റ്റ് തന്നെ പൊട്ടി. ചാടി ആ ഇപ്പുറത്ത് ആ അതന്നെ ആയി. മുകളിൽ ഇനി ഇവിടെ ഇതൊക്കെ സിമ്പിൾ നമ്പൾ. ഇനി ഒരു കമ്പിയും അതിൻ്റെ മുകളിലത്തെ 2 അതന്നെ. ഓ അയ്യോ എവിടെ നിന്ന് കണ്ടോ ഗൈസ്. തുമ്പത്ത് കണ്ടോ തുമ്പത്ത്. എൻ്റെ മോനെ എന്തോ ഭാഗ്യമാണ് ഗൈസ്. പിന്നെ ഈ ഒരു കമ്പിയും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓ കണ്ടോ ഈ ഒരു സൈഡ് ഭാഗ്യമാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് വലിയ വിഷയമല്ല. ഇനി നമുക്ക് ചെയ്യാനുള്ള പറഞ്ഞാൽ ഇവിടെ എന്താണ് പരിപാടി. ഇവിടെ എന്താണ്. ഓ ഇത് നക്കാൻ പറയുന്നുണ്ട് ഗൈസ്. ഓ അവിടുത്തെ ആ സ്മോക്കിൻ്റെ സംഭവം നിൽക്കും. ഓ ഇതെന്ത് നിൽക്കാത്തത്. ഇത് നിൽക്കണില്ലല്ലോ ഗൈസ്. വെയിറ്റ് ചെയ്യേണ്ടി വരുമോ. ഏയ് നോ. തോന്നണത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇതേമാതിരിക്കുള്ള സ്വിച്ച് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതാണ് നമ്മളിനി തപ്പിപ്പിടിക്കേണ്ടത്. എവിടെയാണ്. ഓ നോ, ആയിക്കൂടെ ഒന്നും പോകാൻ പറ്റില്ല. ഇവിടെ എവിടെയും സംഭവം കാണുന്നില്ല. ഇവിടെ അണീക്കൊരു കോണി കാണുന്നുണ്ടല്ലോ. ഇനി ആയിക്കൂടെ പോകേണ്ടി വരും ഗൈസ്. ഇവിടെ ഒന്നും ഇല്ല. ആ അടിയിൽ കൂടെ ആ കോണി അതാ കാണുന്നത് ഗൈസ്. അപ്പോൾ ആ കോണി കൂടെ ഒന്ന് പോയി നോക്കുക. അല്ല വേറെ വഴിയില്ല. കോണി കൂടെ ഒന്ന് പോയി നോക്കുക. ഉണ്ടോ ഇത് നിൽക്കല്ലേ. ഞാനിത് ഇത്രയും നേരം പൊട്ടത്തരം കാട്ടിയിട്ട് നേരം വൈകിച്ച്. നമുക്ക് അവിടെ ഒരു ആരോമാർക്ക് കണ്ട് ആയിക്കൂടെ ഒന്ന് പോയി നോക്കുക. ഇനി വല്ല ഷോർട്ട് കട്ട് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അയ്യോ നമ്മൾ വന്ന വഴി തന്നെ അത്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകണം. അയ്യോ ഓ ഇനി ഇത് ഈ ഒന്നുകൂടി ഉണ്ട് ഗൈസ്. അതൊന്ന് നിർത്തണം. ആ അതാക്കണത് നമ്മളിവിടുന്ന് വെല്ലാണ് ചാടുക. വെല്ല ഓ ജസ്റ്റ്. അപ്പം നമ്മൾ ആ മിഷന് പൂർത്തിയാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി മുകളിലേക്ക് കയറണം. കോണിപ്പടി വഴി മുകളിൽ കയറുന്നു. ഇനി നമ്മൾ പോവുകയാണ്. ഈ മിഷന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത മിഷനിക്ക് പോകാൻ. അയ്യോ ഇത് മൊത്തം ഈ ഒരു ഹരം കയറി വരുമ്പോൾ ഒക്കെ ഫ്ലോപ്പാകുകയാണ്. തേങ്ങ. എന്തായാലും ഈ മിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത മിഷന് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അടുത്ത മിഷനിക്ക് ഈ വഴിക്കൂടെ പോകണം. അപ്പോൾ ജയിൽ നമ്മളെന്തായാലും ജയിൽ ഫുൾ ചാക്കും ഗൈസ്. ജയിലെന്തായാലും നമ്മളിന്ന് ഉറപ്പായിട്ടും ചാടും. മടുത്തു ഈ ജയിലിൻ്റെ ഉള്ളിൽ. അയ്യോ ആരോമാർക്ക് കാണുന്നുണ്ട്. ഇനി ഇവിടെ എന്താണ് സംഭവം എന്തോ. ഓ ഇവിടെയും ഫാനാണ് ഗൈസ്.
അയ്യോ, ഈ മഞ്ഞ വരുമ്പോഴാണ് ചാടേണ്ടത്. അതാവുമ്പോൾ നമ്മൾ ആ കുഴിക്ക് പോകൂല. ആ, അങ്ങനെയാണ് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ മഞ്ഞ സംഭവത്തിൻ്റെ അവിടെ എടുത്തെത്തുമ്പോഴാണ് ചാടുക. അപ്പോഴാണ് നമ്മൾ വിജയിക്കുക. പക്ഷെ എനിക്ക് എന്താ സംഭവം എന്നറിയില്ല, ഫോൺ ചെറുതായിട്ട് ലാഗ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞ ഒരു സംഭവം, ആ സംഭവത്തിൻ്റെ ഇതിൽ വരുമ്പോഴാണ് നമ്മൾ ചാടേണ്ടത്. അപ്പോഴാണ് നമ്മൾ ആ ഒരു കുഴിക്ക് പോകാതിരിക്കുള്ളൂ. അപ്പോൾ ഈ കമ്പി കയറിപ്പോയി. ഇനി അടുത്ത മിഷൻ എന്താണോ ആ മിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഫാനാണ് ഗൈസ്. ഓ, ജമ്പ്. നമ്മൾ ആ സാധനത്തിൻ്റെ മുകളിലേക്ക് കയറണം തോന്നുന്നു. ഇതാണ് ഈ മൊത്തം നടുക്കാണ് പോകുന്നത്. ഈ ഭാഗത്ത് നല്ലതുണ്ടല്ലോ, ആ ഭാഗത്ത് അങ്ങനെ അങ്ങോട്ടില്ല. എന്തായാലും ഒന്നുകൂടി ജമ്പ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ എനിക്കൊന്നും നിങ്ങൾ ലൈക്ക് ചെയ്യാത്തതുകൊണ്ട്, സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്തതുകൊണ്ടാണ് കയറാൻ പറ്റാത്തതെന്ന്. ആദ്യം നിങ്ങൾ അത് ചെയ്തിട്ട് വാ, എന്നാലും എനിക്ക് ഇത് കയറാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് കയറാൻ പറ്റി. അപ്പോൾ ആ മിഷനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവം? ഇതൊക്കെ ക്ലോസ്ഡ് ആണ്. ഓ, മറ്റേ സെല്ലിൽ കുക്ക് ചെയ്യണ ആള്. ഓ, ഷെഫ്. ഇതിന് നമ്മൾ കൊല്ലണം തോന്നണു. അപ്പോൾ ഗണ്ണ് ഇതാക്കണം ഇവിടെ. ഗണ്ണ് വെജിറ്റബിൾ ഗണ്ണ്. എൻ്റെ മോനെ, ഹെൽത്ത് കുറയുണ്ട് കേട്ടോ. ഹെൽത്ത് കുറയുണ്ട്, ഇൻ്റെയും കുറയുണ്ട്, ആ ആളതും കുറയുണ്ട്. പക്ഷെ അതിൻ്റെ പേരെന്താ അറിയില്ല. നമ്മൾ തീർത്തിട്ടുണ്ട് എന്തായാലും. ഓ, ലൂട്ട്. ഇത് ലോക്കാണ് ഗൈസ്. നമ്മൾ ഏത് വഴി കൂടെ പോകേണ്ടതെന്ന് അറിയണില്ല. അവിടെ ഒരു വഴി കാണുന്നുണ്ട്. ഈ വഴി കൂടെയാണ് തോന്നുന്നു. അതെ. ഇവിടെ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ട് ഗൈസ്. ഇനി ഇവിടെ നിന്ന് ചാടണം തോന്നുന്നു. അതെ പോണ പോക്കൊക്കെ തെറിച്ചു പോയി നമ്മൾ. അപ്പോൾ അടുത്ത മിഷൻ ഇത് ഏതാണാവോ? ടഫൊക്കെ കഴിഞ്ഞു തോന്നണം. ഇനി ഇതൊക്കെ സിമ്പിളാവാൻ സാധ്യത ഉണ്ട്. ടഫ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞു തോന്നണം. ഓ, ഇതും ഫാനാണ്. ഓ, ലേസർ. ഓ, തട്ടാതെ പോണം. അയ്യോ. ഓ, ആ ഒരു സ്കില്ലുണ്ട് നിങ്ങൾ. എൻ്റെ മോനെ, സിമ്പിൾ. ഇതൊക്കെ സിമ്പിള്. പരിപാടി കഴിഞ്ഞ്. ആ മിഷനും കഴിഞ്ഞ് ഉണ്ടോ? മിഷൻ കംപ്ലീറ്റഡ്. അങ്ങനെ നമ്മൾ ജയിലിൽ ചാടി. ഇതെന്താ, ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഗൈസ്? ഓ നോ. ഓ, ബഗ് ഇനി ഫോണിൻ്റെ ഒക്കെ ഒരു കലവരുത്. അയ്യോ, ഇവിടെ ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഇവിടെ ട്രേപ്പോൺ ചെയ്യാം. പലക എടുത്തിട്ട് നമ്മളിനിപ്പോൾ എന്താ ചെയ്യേണ്ടാവോ? ഇവിടെ വെക്കണോ? അയ്യോ, എങ്ങനെ നമ്മൾ കൈമൊന്നും ഒഴിവാക്കാൻ തന്നെ പറ്റണില്ല. ഇതിൻ്റെ സ്വിച്ച് എവിടെയാണാവോ സംഭവം? ഓ, അവിടെയാണ് നിൽക്കേണ്ടത് ഗൈസ്. ഓ, അതുകൂടി എടുത്തേക്കാം. അപ്പോൾ അത് അവിടെയും വെച്ച് നമ്മൾ പോവാം. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എന്താണാവോ? ഓ, പോലീസാണത്. നമ്മൾ ഈ തോക്കൊണ്ട് വെടിയാക്കാൻ പറ്റുമോ അറിയില്ല. എന്ന് വെച്ച് നോക്കാം. ഹെൽത്ത് കുറയുണ്ട്. എന്തായാലും ഈ കുറച്ച് ലോങ് ആണ് ഇയാളത്. ഒന്നുകൂടി ഒന്ന് ലോങ് നിന്ന് വെച്ച് നോക്കാം ഗൈസ്. നമ്മൾ എടുത്തേക്ക് പോകുമ്പോഴാണ് സംഭവം നമ്മളെ ഹെൽത്ത് കുറയണത്. അയ്യോ, പിടിച്ചോ? ഇല്ല. വെക്ക്. കുറച്ചും കൂടി ഉള്ളൂ. നമ്മളെടുത്താ കളി. ഇതല്ല, ഇതിൻ്റെ വലുത് കണ്ടവനാ. നമുക്ക് പോവാനുള്ള വണ്ടിയാണ് തോന്നുന്നു ഗൈസ്. അവിടെ ഈ ലൂട്ടൊന്ന് പെറുക്കിയിട്ട് നമുക്ക് പോകാം. ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ജയിലിൽ ചാടി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ജയിലിൽ ചാടിയിരിക്കുന്നു. ഇതെന്താ ഇങ്ങനെ കറങ്ങണം? ഗൈസ്, വണ്ടി വല്ലാത്ത കറക്കം കറങ്ങണതാ. ഇതെന്താ സംഭവം എന്നറിയില്ല. വല്ലാത്ത കറക്കം കറങ്ങുന്നത്. അങ്ങനെ ജയിലിൽ ചാടിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.